എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനുഷ്യൻ്റെ തലച്ചോർ ഒരു അത്ഭുതമാണ്. നമ്മുടെ ചിന്തകൾ, ഓർമ്മകൾ, വികാരങ്ങൾ, കഴിവുകൾ, തീരുമാനങ്ങൾ എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. തലച്ചോറിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശരിയായ ഭക്ഷണം. ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ ധാരാളമായി അടങ്ങിയ മത്സ്യങ്ങൾ, വാൾനട്ടുകൾ, ഫ്ലാക്സ് സീഡുകൾ തുടങ്ങിയവ തലച്ചോറിൻ്റെ കോശങ്ങളുടെ വളർച്ചയ്ക്കും സംരക്ഷണത്തിനും സഹായിക്കുന്നു. കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും തലച്ചോറിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ബെറീസ്, ഓറഞ്ച്, ഇലക്കറികൾ എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഗ്ലൂക്കോസ് നൽകാൻ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും സഹായിക്കുന്നു. മധുരപാനീയങ്ങളും ജങ്ക് ഫുഡും ഒഴിവാക്കുന്നത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. കാരണം ഇവ തലച്ചോറിലെ വീക്കം കൂട്ടാനും ഓർമ്മക്കുറവിന് കാരണമാകാനും സാധ്യതയുണ്ട്. വ്യായാമം തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. പതിവായുള്ള വ്യായാമം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഓക്സിജൻ കൂടുതൽ എത്തിക്കുകയും ചെയ്യുന്നു. ഇത് തലച്ചോറിൻ്റെ കോശങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. കൂടാതെ വ്യായാമം ചെയ്യുമ്പോൾ പുറത്തുവരുന്ന എൻഡോർഫിനുകൾ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും. നടത്തം, ഓട്ടം, സൈക്ലിംഗ്, യോഗ തുടങ്ങിയ ലളിതമായ വ്യായാമങ്ങൾ പോലും തലച്ചോറിന് ഗുണം ചെയ്യും. നല്ല ഉറക്കം തലച്ചോറിന് വളരെ പ്രധാനമാണ്. ഉറങ്ങുമ്പോൾ തലച്ചോറ് പകൽ മുഴുവൻ ശേഖരിച്ച വിവരങ്ങൾ ക്രമീകരിക്കുകയും ആവശ്യമില്ലാത്തവ നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ഇത് ഓർമ്മശക്തിയും ശ്രദ്ധയും മെച്ചപ്പെടുത്താൻ സഹായിക്കും. മുതിർന്ന ഒരാൾക്ക് ദിവസവും 7 മുതൽ 8 മണിക്കൂർ ഉറക്കം ആവശ്യമാണ്. നല്ല ഉറക്കം ലഭിക്കാൻ രാത്രി വൈകിയുള്ള ഭക്ഷണം, കഫീൻ, മൊബൈൽ ഫോൺ ഉപയോഗം എന്നിവ ഒഴിവാക്കേണ്ടതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് തലച്ചോറിനെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കും. ഒരു പുതിയ ഭാഷ പഠിക്കുക, ഒരു പുതിയ സംഗീതോപകരണം വായിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ ഹോബി കണ്ടെത്തുക എന്നിവയെല്ലാം തലച്ചോറിലെ നാഡീവ്യൂഹങ്ങളുടെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. തലച്ചോറിനെ സജീവമായി നിലനിർത്തുന്നതിന് ക്രോസ്വേഡ് പസിലുകൾ, സുഡോക്കു, ചെസ് പോലുള്ള കളികൾ എന്നിവയും വളരെ സഹായകമാണ്. മാനസിക പിരിമുറുക്കം തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കും. ദീർഘകാലമായുള്ള മാനസിക പിരിമുറുക്കം തലച്ചോറിലെ ഓർമ്മശക്തിയെ നിയന്ത്രിക്കുന്ന ഹിപ്പോകാമ്പസ് എന്ന ഭാഗത്തെ ചുരുക്കാൻ സാധ്യതയുണ്ട്. ധ്യാനം, യോഗ, പ്രകൃതിയുമായി അടുത്തിടപഴകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും. സാമൂഹിക ബന്ധങ്ങൾ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും സംസാരിക്കുന്നതും സമയം ചെലവഴിക്കുന്നതും തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും ഒറ്റപ്പെടൽ ഒഴിവാക്കാനും സഹായിക്കും. ചുരുക്കത്തിൽ, ആരോഗ്യകരമായ ഭക്ഷണക്രമം, പതിവായ വ്യായാമം, മതിയായ ഉറക്കം, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യം, മാനസിക പിരിമുറുക്കം ഒഴിവാക്കൽ, സാമൂഹിക ഇടപെടലുകൾ എന്നിവയെല്ലാം തലച്ചോറിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഈ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ കൂടുതൽ മികച്ച ചിന്താശേഷിയും ഓർമ്മശക്തിയും നമുക്ക് നേടാൻ കഴിയും. ഒരു വ്യക്തിയുടെ തലച്ചോറിന് അതിൻ്റെ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയിലൂടെയാണ്. ഇക്കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ തലച്ചോറിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നു. വ്യായാമം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഓർമ്മശക്തിയും ശ്രദ്ധയും മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും തലച്ചോറിന് വെല്ലുവിളികൾ നൽകുന്ന ഗെയിമുകളിൽ ഏർപ്പെടുന്നതും അതിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കും. മാനസിക സമ്മർദ്ദം തലച്ചോറിന് ദോഷകരമായതിനാൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഈ ശീലങ്ങൾ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങുന്നത് തലച്ചോറിൻ്റെ ആരോഗ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഇതിലൂടെ വാർദ്ധക്യത്തിലും തലച്ചോറിനെ കൂടുതൽ കാര്യക്ഷമമായി നിലനിർത്താൻ സാധിക്കും. നമ്മുടെ തലച്ചോറ് ഒരു സങ്കീർണമായ അവയവമാണ്. അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതിനാൽ തലച്ചോറിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ആരോഗ്യകരമായ ഈ ശീലങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിലൂടെ കൂടുതൽ ഉന്മേഷത്തോടെയും ശ്രദ്ധയോടെയും ജീവിതത്തെ സമീപിക്കാൻ നമുക്ക് കഴിയും.